അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ടെസ്റ്റ് ഡേ. ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട്. പാസ്സായോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഐശ്വര്യമായിട്ട് കീ അങ്ങ് മേടിച്ചു. 78-ലാണോ മെർജ് ചെയ്യുന്നത്? മെർജ് ചെയ്യുമ്പോ തന്നെ തോറ്റു. ഇത് എങ്ങോട്ട് എന്ത്? അപ്പൊ ഞാനൊരു ടാസ്ക് തരാൻ പോറേ. ആടെ സ്കൂൾ ബസ് നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട്. കുണ്ടി എന്നാ കണ്ടോണ്ടിരിക്കുക ഇപ്പൊ. ഞാൻ വീണ്ടും ഡ്രൈവിംഗ് ചെയ്യാൻ പോവുകയാണ്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം, ഒരു 2-3 വർഷത്തോളത്തിന് ശേഷം ഞാൻ വീണ്ടും ഡ്രൈവിംഗ് ചെയ്യാൻ പോവുകയാണ്. ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്. അച്ചാച്ചനാണ് എൻ്റെ ഗുരു. ഞങ്ങളുടെ കാറിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. ഞാൻ G2, ഇവിടെ 3 ടെസ്റ്റ് ഉണ്ട്. ലേണേഴ്സ് നാട്ടിലത്തെ പോലെ. അതിന് വരെ ഇവിടെ G1, പിന്നെ G2. ഇപ്പൊ എനിക്ക് G കൂടെ എഴുതാനുണ്ട്. Gക്കുള്ള സമയം ആയതുകൊണ്ട് മാത്രം ഞാൻ ഡ്രൈവിംഗ് ചെയ്യാൻ പോവുകയാണ്. എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഇനി ആദ്യം തൊട്ട് ABCDയിൽ നിന്ന് തന്നെ തുടങ്ങണം. ആക്സിലേറ്ററും ബ്രേക്കിംഗ് ഒക്കെ പഠിക്കണം. ക്ലച്ച് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇവിടെ ക്ലച്ചിന്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. അച്ചാച്ചൻ്റെ വായിലിരിക്കുന്ന തെറിയൊക്കെ കേൾക്കേണ്ട വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഏതായാലും ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം. എങ്ങനെയാണ് ഇത് പഠിച്ച് പാസ്സാവോ ഇല്ലയോ? അപ്പം നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. അപ്പൊ ഐശ്വര്യമായിട്ട് കീ അങ്ങ് മേടിച്ചു. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആരും പേടിക്കല്ലേ, ആരും എന്നെ വന്ന് ഇടിക്കല്ലേ. നല്ലതായിട്ട് ഓടിക്കാൻ പറ്റണേ. അത് നോക്ക്, പാർക്കിങ്ങിലാണോ ഗിയർ കിടക്കുന്നതെന്നൊക്കെ നോക്ക്. നോക്കിയോ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്നറിയോ? ഹാൻഡ് ബ്രേക്ക് അല്ല, ലെഗ് ബ്രേക്ക് ആണ്. ഓക്കെ, ഇനി ബ്രേക്ക് ചവിട്ടിയിട്ട് ലെഗ് ബ്രേക്ക് മാറ്റിക്ക്. നടുക്കത്തെയാണ് ബ്രേക്ക്. ആ, ചവിട്ടിയിട്ടൊന്ന് പൊക്കിയാൽ മതി. ഓക്കെ, ഇനി റിവേഴ്സ് ഇട്ടിട്ട് ലെഫ്റ്റ് പോകും. ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട്. കുണ്ടി ഇവിടെ ഇല്ലേ സീറ്റേല്? ഓ, കാറിന്റെ ഇങ്ങോട്ട് റൈറ്റ്. എടി ഇങ്ങോട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ റിവേഴ്സ് ഇട്. ആ, വീണോ? ഇനി പതുക്കെ മിറർ നോക്കിയെടുത്തേ. കിങ്കി, നമ്മൾ എവിടെ പോവാ? അമ്മേനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാണോ? ഇല്ലല്ലോ അല്ല ചേച്ചി, ചേട്ടാ ഫോണൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എടുക്കും കേട്ടോ. ഒന്ന് കുരിശ് വരച്ചോ. തിരിക്കെ അടി ലെഫ്റ്റിലോട്ടല്ലേ പോട്ടെ. എടുത്തോ അവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല. എടുത്തോ. ഈ വണ്ടി ഇടിക്കോ? ഇല്ല, ഫുൾ അടിച്ചോ. ഫുൾ അടി. ആ, പൊക്കോളും. പോട്ടെ. ഓടിക്കണ്ട, ഞാൻ പറയാൻ പഠിച്ചാൽ മതിയോ? പോട്ടെ. ആ, ഇനിയും നിർത്ത്. ലെഫ്റ്റ്. അത്ര അടിക്കണ്ട. ആ, പോട്ടെ. സ്ട്രൈറ്റ് ആക്ക്. പോട്ടെ. ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡാണെന്നറിയോ? 40. ആ, നമ്മുടെ ഇവിടെ 40 ആണ്. ആണ്ട സ്റ്റോപ്പ് വരുന്നുണ്ടേ. ഓക്കെ, നിർത്തിക്കും. പതുക്കെ ബ്രേക്കിംഗ് ടെസ്റ്റിന്റെ സമയത്ത് ബ്രേക്കിങ്ങിന് മാർക്കുണ്ട്. ഇനിയും നോക്ക്, വണ്ടി ഉണ്ടോ നോക്ക്. ലെഫ്റ്റ് അല്ല, റൈറ്റ്. നമ്മുടെ പള്ളി പോകുന്ന റൂട്ട് നോക്കും. ഓക്കെ, ഇനി നോക്ക്. ഫുട്പാത്തിൽ കൂടെ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കണം ആദ്യമേ. ഓക്കെ, 1 2 3 എടുത്തോ. അവിടെ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് ആണ്. സ്റ്റോപ്പ് ഉണ്ട്. ബ്രേക്കിംഗ് നോക്കണം. പതുക്കെ, ഒറ്റ ചവിട്ടി ചവിട്ടല്ലേ. ബ്രേക്കിങ്ങിന് മാർക്കുള്ളതാണ്. പതുക്കെ സ്ലോലി. ഓൾമോസ്റ്റ് സ്റ്റോപ്പാ. എടുത്തു. ഇവിടെ എത്ര സ്പീഡെന്ന് നോക്കിയോ? ഈ സൈഡ് ഒത്തിരി കയറല്ലേ, റൈറ്റിലോട്ട് ഒത്തിരി കയറല്ലേ.
ആ ഇപ്പൊ കറക്റ്റ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോഴേ കുഴപ്പമില്ല, നൈസായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. സ്കൂൾ ബസ് വരുന്നുണ്ടേ. സ്കൂൾ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമോ എങ്ങനെയാണൊക്കെ? സ്കൂൾ ബസ് എവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പം നിർത്തിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പിൻ്റെ ഓപ്പൺ ആക്കിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ നിർത്തി കൊടുക്കണം. മനസ്സിലായി? ഒരിക്കലും പാസ് ചെയ്ത് പോകാൻ പാടില്ല. എങ്ങനെയുണ്ട് കുറേ നാൾ കൂടി വണ്ടി ഓടിച്ചിട്ട്? ഇനി നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്ന് ഓടിക്കാം. റൈറ്റ് ഒത്തിരി കയറല്. ഈ കുണ്ടും കുഴിയൊക്കെ വരുമ്പോൾ 40 മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് 60യുടെ വഴിയാണേ. 60 മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ 50യാ. 60യിലോട്ട് പോട്ടെ. കയറട്ടെ. 60 ആട്ടെ. ടെസ്റ്റിന്റെ സമയത്തില്ലേ എപ്പോഴും 60, 61, 62, 58 തൊട്ട് 62 വരെ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? അതിൽ താഴോട്ട് ഒരിക്കലും പോകരുത്. അതിന് മേലോട്ടും പോകരുത്. 62-ന് മേലോട്ടും പോകരുത്. 58-ന് താഴോട്ടും പോകരുത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. പൊക്കോ. സ്പീഡ് കറക്റ്റ് നോക്കി ഓടിച്ചോണേ. എത്രയില്ല? 62. ആ ഗുഡ്. ഇങ്ങനെ പോട്ടെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സിറ്റിയിലോട്ട് കയറാമല്ലോ. നാളെ സിറ്റി കയറാം നമുക്ക്. കുഴപ്പമില്ല. എന്താണേലും ടച്ച് വിട്ട് പോയിട്ടില്ല ഒത്തിരി. കറക്റ്റായിട്ടാണ് പോകുന്നത്. ഞാനിന്ന് അത് പ്രതീക്ഷ കയറിയത്. എന്നെ എപ്പോഴും പറയുന്നതല്ലേ ഓരോന്ന്. അതുപോലെ 2 എണ്ണം പറയാന്ന് ഓർത്താ. പക്ഷെ എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ. ഉറപ്പായിട്ടും കിട്ടും. അവസരം കൊടുക്കല്ലേ. ഇതെന്ത് സൈനാന്നറിയോ? റെയിൽവേ. ഇങ്ങനെ എന്തി മനക്കൊന്നും ഇല്ലല്ലോ. അയ്യോ, പേടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതില്ലേ, ഈ നടുക്കത്തെ ലൈൻ കണ്ടോ? ഇതിപ്പം എന്നാ ലൈനാ? സോളിഡ് ലൈൻ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു കാറിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ ഡോട്ടഡ് ലൈന്, മനസ്സിലായോ? മുറിഞ്ഞുള്ള ഡോട്ടഡ് ലൈനില്ലേ, അങ്ങനത്തെ ലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ഇപ്പോൾ ആ സ്ഥാനത്ത് ചില സ്ഥലങ്ങളിലൊക്കെ 2 സോളിഡ് ലൈൻ വരും. ഏത് സോളിഡ് ലൈൻ 2 എണ്ണം വരും. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇല്ലീഗലാണ്. മനസ്സിലായോ? പോലീസ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ അപ്പം പെറ്റിയ. ടെസ്റ്റിന്റെ സമയത്ത് ഓവർടേക്കിംഗ് ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞതാ. എന്താണെങ്കിലും വേണ്ട, ഓവർടേക്ക് ചെയ്യരുത് ഒരിക്കലും ടെസ്റ്റിന്റെ സമയത്ത്. അങ്ങനെയുള്ള അവസരം വരത്തില്ല അവിടെ ഒന്നും ടെസ്റ്റ് സ്ഥലത്തൊന്നും. ഇനിയില്ലേ, കുറച്ചു നേരം ബ്ലൈൻഡ് സ്പോട്ടിന്റെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി ലെവലായിട്ട് തന്നെ നിൽക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവല്ലേ. ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് നോക്കി, വണ്ടി ലെവലായിട്ട് നിർത്തി. ലെഫ്റ്റ് നോക്ക്. വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്. അത് പ്രാക്ടീസ് ചെയ്യും കുറച്ചു നേരം. എന്നിട്ട് വേണം സിറ്റിയിലോട്ട് ഹൈവേയിലോട്ടൊക്കെ കയറാൻ. റൈറ്റ് നോക്കിയാൽ റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട് നോക്കിയേ. സ്പീഡും എല്ലാം മെയിൻറ്റൈൻഡ് ആയിരിക്കണേ. ചിലരുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് നോക്കുമ്പോൾ വണ്ടി ആ വഴിക്ക് അങ്ങ് പോകും. മനസ്സിലായോ? നോക്കുന്നിടത്തോട്ട് വണ്ടിയും കൂടെ പോകും. ഉണ്ടോ? പോയി. നോക്കിയോ? ഇപ്പൊ ഒന്ന് ചെയ്തേ. ആ ഓക്കെ. അതുപോലെ കുറച്ച് പ്രാക്ടീസ് ചെയ്യട്ടോ. എന്തോ ഒരു സ്ഥലങ്ങളല്ലേ ഇവിടെ. ഇനി ഇവിടെ നമുക്ക് 70 ആണേ. 70 മെയിൻറ്റെയിൻ ചെയ്തു. കയറട്ടെ. കുഴി ഒരു കുഴി പോലും വെറുതെ വരണ്ട. 66 ആയി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം അവരോടെ നോട്ട് ചെയ്യും. മനസ്സിലായോ?
പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, പിടിച്ച് രണ്ട് കൈ കൊണ്ടും തിരിക്കരുത്, ഒരു കൈ എപ്പോഴും ലൂസായിട്ട് വരണം. മനസ്സിലായോ? ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പം ഈ കൈ കൊണ്ടാണ് തിരിക്കണ്ടേ, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ വെട്ടൽ വരും. അതുപോലെ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ആ കൈ കൊണ്ട്, മനസ്സിലായോ? ലെഫ്റ്റ് കൈ കൊണ്ട്. ആടെ സ്കൂൾ ബസ് നിർത്തിയിട്ടുണ്ട്. ചവിട്ടിക്ക് അവിടെ ചവിട്ട്. ഓക്കെ സ്കൂൾ ബസ് എവിടെ നിർത്തിയേക്കുന്നുണ്ടോ? രണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടി നിർത്തണം. ഓക്കെ, ഇനി എടുത്തു പോട്ടെ. അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തില്ലേ? അതെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ലൈസൻസും കിട്ടി, എനിക്ക് ജി കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓ, പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് കിട്ടിയില്ല. സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിർത്തേണ്ടത്? അങ്ങനെയൊന്നുമില്ല, പിള്ളേർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ സേഫ് ആയിട്ടുള്ള, അങ്ങനെ നിർത്തിയാൽ മതി. അങ്ങനെ നിർത്തിയാൽ മതി. ഒത്തിരി മുമ്പോട്ട് കയറി പോയല്ലോ. ഇപ്പം നിർത്തി ഒത്തിരി പുറകിലായിപ്പോയി. കുറച്ചുകൂടെ മുമ്പ് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിർത്തിയാലും സീനൊന്നുമില്ല. മനസ്സിലായോ? സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും സ്റ്റോപ്പ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാൻ പാടില്ല. ഇപ്പൊ കറക്റ്റാ. നോക്കി, ആ വീട് പൊളി വീടല്ലേ? ശരിയാ, ഇപ്പൊ ആ വീട്ടിലോട്ട് നോക്കിയിരുന്നത് ആ പൊളി വീട് ഇപ്പൊ പൊളിഞ്ഞ വീടായാലേ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ റൗണ്ട് അബൌട്ട് വരും. അപ്പോൾ അവിടുന്ന് റൈറ്റ് കേട്ടോ. ശരിക്കും റൗണ്ട് അബൌട്ട് നമ്മുടെ ഇവിടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ, ഇൻഡിക്കേറ്റർ ഇടണം. പിന്നെ എപ്പോഴും റൗണ്ട് അബൌട്ട് എത്തുമ്പോൾ നോക്കേണ്ട കാര്യം എന്താ, ആ ബോർഡ് കണ്ടോ, ആ ബ്ലാക്ക് കളറിലെ, അത് നോക്കണം. ഏത് ലൈനിൽ നിന്ന് എങ്ങോട്ട് പോകാമെന്ന് മനസ്സിലാവുന്ന ബോർഡാണ്. മനസ്സിലായോ? ഇപ്പോൾ ഈ റൈറ്റ് ലൈനിൽ നിന്ന് റൈറ്റും പോവാം, സ്ട്രൈറ്റും പോവാം. ഓക്കെ, വെയിറ്റ് ചെയ്യ്, സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം അവർക്കാണ് റൈറ്റ് ഓഫ്. മനസ്സിലായോ? ഓക്കെ, എടുത്തോ. ഗുഡ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ടെസ്റ്റിൻ്റെ സമയത്ത് ഒരിക്കലും ലെഫ്റ്റ് ലൈനിൽ കൂടെ ഓടിക്കരുത് വണ്ടി. മനസ്സിലായോ? എപ്പോഴും റൈറ്റ് ലൈനിലേ ടെസ്റ്റ് ചെയ്യാവുള്ളൂ, ടെസ്റ്റിൻ്റെ സമയത്ത് ഓടിക്കാവുള്ളൂ. ലെഫ്റ്റ് ലൈനിൽ വന്നാലും അപ്പം തന്നെ റൈറ്റ് ലൈനിലോട്ട് സേഫായിട്ട് നോക്കി കയറിക്കോണം. ആ, സിറ്റിയിൽ കയറി നാളെ ഫുള്ള് സിറ്റിയിൽ ഇട്ട് ഓടിക്കാം കേട്ടോ. എല്ലാവരെയും കാത്തോടെ. ഒന്നും വലിയ തിരക്കില്ലല്ലോ. സ്ട്രൈറ്റ്. അങ്ങനെ വീടെത്താറായി. ആ, കഴിയട്ടെ, കുഴപ്പമില്ല. ലെഫ്റ്റ് അടി. ആ, പോട്ടെ. ഓക്കെ, യാ, സെറ്റ്. ഇടിച്ചോ? ഇടിച്ചു നിർത്താനാണോ? ഓക്കെ, അപ്പൊ ഇനി നാളെ സിറ്റി ഡ്രൈവ്. അപ്പോൾ അതാണ് സെക്കൻഡ് ഡേ ഓഫ് ഡ്രൈവിംഗ് പ്രാക്ടീസ്. ഇന്ന് നമ്മൾ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സിറ്റിയിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പം നമ്മൾ താണ്ടെ സിറ്റിയിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ അറിയാലോ, ഫ്രീ റൈറ്റ് ആണ്. പക്ഷേ റെഡ് ആണെന്നുണ്ടെങ്കിൽ കയറിയേക്കില്ല, സ്റ്റോപ്പ് ചെയ്തോണം കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ ഗ്രീനാ, കയറിക്കോ. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലൈനിലോട്ട് നിന്ന്. ഓക്കെ, നേരെ വിട്ടോ. അപ്പോൾ ഞാനൊരു ടാസ്ക് തരാൻ പോകണേ. സേഫായിട്ട് തോന്നുന്ന ടൈമിൽ ലെഫ്റ്റ് ലൈനിലോട്ട് കയറണം. നോക്കി, നമുക്ക് ലെഫ്റ്റ് ലൈനിലോട്ട് കയറണം. എപ്പോഴാണേലും ഇനി 2 റൗണ്ട് ഓപ്പത്തിനുള്ളിൽ കയറണം.
ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം. 60 മെയിൻറ്റെയിൻ ചെയ്യണം. കയറാൻ നിന്നാൽ മടിക്കരുത്, വെട്ടിച്ച് കളിക്കരുത്, പുറകെയുള്ളവൻ ഹോൺ അടിക്കും. ഈ 30 കിലോമീറ്ററിൽ എങ്ങനെയാണ് കയറിയത് അതെനിക്ക് മനസ്സിലാവുന്നത്. 60 മെയിൻറ്റെയിൻ ചെയ്തേ കയറാറുള്ളൂ. സൈഡിൽ നിന്ന് വരുന്നവൻ 60 കിലോമീറ്ററിലല്ലേ വരുന്നത് സ്പീഡ്. യൂട്ടേണാണ്. ഇത് എങ്ങോട്ട് എന്ത് അപ്പം നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ പോവാ. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. 100 കിലോമീറ്റർ ഹൈവേ 401 അറിയാലോ. ഇപ്പം മെർജ് ചെയ്യുമ്പം 100 കിലോമീറ്ററിന് മേളിൽ നിൽക്കുമ്പോഴേ മെർജ് ചെയ്ത് കയറാവുള്ളൂ. ഒരു 102 103 കേട്ടോ. ഓക്കെ, ഈ റൈറ്റ് ആണേ. ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട, ഈ ലൈൻ തന്നെയാ. എടീ വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഓഫ് ചെയ്യും ഇൻഡിക്കേറ്ററൊക്കെ. 30 എഴുതിയേക്കുന്നുണ്ടോ മഞ്ഞ ബോർഡിൽ? അതെന്ന് പറഞ്ഞാൽ 30 ആണ് സേഫ് സ്പീഡ്. പക്ഷേ ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടിപ്പോകും. മിനിമം 30 മെയിൻറ്റെയിൻ ചെയ്ത് ആ സേഫ് സ്പീഡാണ് 30 എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേന് 100 പതുക്കെ സ്പീഡ് കൂട്ടണേ കേട്ടോ. മെർജ് ചെയ്യാൻ പോവാ അതിന്. സേഫായിട്ട് തോന്നുന്ന കൂട്ടി തുടങ്ങിക്കോ. കയറ്റിക്കോ. ഇൻഡിക്കേറ്റർ ഇട്ടോണേ. ഇൻഡിക്കേറ്റർ ഇട്ടോ. ഡോട്ടർ ലൈൻ വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടോണം. സ്പീഡ് എത്രയാ നോക്കിയിട്ട്. 78 മെർജ് ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല. 100 മേലെ നിൽക്കുമ്പോൾ മെർജ് ചെയ്യാവുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ട് 100 ആക്കിയിട്ട് കയറ്. ആ ഇട്ടോ. ഇനി കയറ്റിക്കോ. ഉണ്ടോ? കയറ്റ്. ഇനി പോ. ഇനി കുറച്ച് നേരെ പോക്കോ. ഈ എക്സിറ്റ് അടിക്കണ്ട, നേരെ പോ. അടുത്ത വരുന്ന എക്സിറ്റ് കയറിക്കോ. ഈ എക്സിറ്റ് വേണ്ട, അടുത്ത എക്സിറ്റ് നേരോട്ട്. 108 പോകുന്നത്. കുറയ്ക്ക് 100 പോവാം. അത് മതി. അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാം. ഇനിയും വരുന്ന എക്സിറ്റ് കയറിക്കോണേ. മെർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യുന്നതിന് ആ മാർക്ക് മനസ്സിലായോ? മെർജ് ചെയ്യുമ്പോൾ തന്നെ തോറ്റു. 70 കിലോമീറ്ററിൽ മെർജ് ചെയ്യാതെ 100 കിലോമീറ്റർ ഹൈവേയിൽ 70 കിലോമീറ്റർ മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 പോലും മെർജ് ചെയ്യാൻ പാടില്ല. ഒരു 102 103 എത്തിയാലേ മെർജ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അവിടെ പിന്നെ 90 തോന്നുന്നു. കിച്ചനോട് 90 അല്ലേ? കിച്ചനോട് 90. ഞാൻ കിച്ചനോട് നല്ല എടുത്ത് മൈൻഡ് ചെയ്യാം. അവിടെ എന്ന് പറഞ്ഞാൽ ഈ മെർജ് ചെയ്യാനുള്ള ലൈനില്ലേ, ആ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരെണ്ണോ. പെട്ടെന്ന് കയറണം, പെട്ടെന്ന് സ്പീഡ് കയറ്റിക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് ഹൈവേ പ്രാക്ടീസ്. ഓർമ്മയുണ്ടല്ലോ എല്ലാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെർജ് ചെയ്യുമ്പോൾ എത്രയിലാ മെർജ് ചെയ്യണ്ടേ? പിന്നെ ഈ ഇവിടുത്തെ സേഫ് സ്പീഡ് എത്രയാ? ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ലൈൻ കണ്ടില്ലേ? ഇതെങ്ങോട്ടേ കയറി പോന്നേ? കണ്ടോ? ശ്രദ്ധയില്ലേ? വേറെ എന്തെങ്കിലും ചിന്തിച്ചോണ്ട് ഹൈവേയിലൊക്കെ കയറുമ്പോഴാണ് വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നത്. പുറകിലുള്ള എല്ലാവരുടെ മാവന്മാരും എല്ലാം തെറിയും വിളിക്കും കേട്ടോ. സ്പീഡ് കൂട്ട്. ഇല്ല, അവർക്ക് പോലും കയറാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാ പുറകെ വരുന്നവന്മാർക്ക്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനിയെങ്കിലും കൂട്ട് 100 കയറ്റ്. ഇൻഡിക്കേറ്റർ ഇടുന്നില്ലേ? എന്നാ കണ്ടോണ്ടിരിക്കുക ഇപ്പൊ? നോക്ക്, ബ്ലൈൻഡ് സ്പോട്ട് നോക്ക്. അതൊക്കെ കൂട്ടി തുടങ്ങിക്കോളെ കേട്ടോ.
കൂട്ടിക്കോടി. കാല് കൂട്, ശരിക്കും കാല് കൂട്. ഹൺഡ്രഡിലോട്ടത്തേക്ക് കൂട്, ശരിക്കും കാല് കൂട്. ആ കേറ്, നോക്ക് മെർജി. ഞാൻ ദേഷ്യപ്പെടുന്നതുകൊണ്ട് പിണങ്ങിയിട്ട് താണ്ട അഞ്ചു പുതിയൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറൊക്കെ കണ്ടുപിടിച്ച് പ്രാക്ടീസിന് പോവാ കേട്ടോ. ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, എന്റെ കിച്ചണറിലെ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററിന്റെ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചതേ ഉള്ളൂ. ദേഷ്യമൊക്കെ കേടുമ്പോൾ ദേഷ്യം വരും, എന്നാലും അതൊന്നും അല്ല. ആ പരിസര ഭാഗങ്ങളും ആ റോഡും ഹൈവേ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്, ടെസ്റ്റ് ഡേ. ദേ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാള്. നമ്മുടെ കാലവിടെ കിടക്കുന്നു. എന്താ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട്. പാസ്സായോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ.